അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി മുസ്ലിം ലീഗ് പ്രഭാഷണ വേദിയിലെ പ്രൗഢോജ്വല പ്രഭാഷകൻ മുഹമ്മദ് നഈം പരപ്പനങ്ങാടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട അധ്യക്ഷൻ അസ്ഹർ CH റഷീദ് സാഹിബ്, ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ വളരെ മനോഹരമായി മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് മുമ്പാകെ പ്രതിപാദിച്ച പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ പുൽപ്പറ്റ, മറ്റു വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെയും ഒക്കെ ഈ പ്രദേശത്തെ നിയോജക മണ്ഡലം, പഞ്ചായത്ത്, വാർഡ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട കാരണവർ മൂസക്കുട്ടി ഹാജി അടക്കമുള്ള നേതാക്കളെ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഈ റഷീദ് സാഹിബിൻ്റെ പ്രസംഗം ശ്രവിച്ചുകൊണ്ടിരിക്കെ പ്രിയപ്പെട്ട കാരണവർ മൂസക്കുട്ടി ഹാജി ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പഴയകാലത്തെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ കണ്ണാണ് കടപ്പുറം പഞ്ചായത്ത്. എന്നാൽ ആ കണ്ണിലെ കൃഷ്ണമണിയാണ് ഈ അഞ്ചങ്ങാടി എന്ന് അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പറയുന്നു, കേരള സംസ്ഥാനത്ത് തന്നെ തീരദേശ മേഖലയിൽ മുസ്ലിം ലീഗിന് അഭിമാനപൂർവ്വം കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന കണ്ണിലെ കൃഷ്ണമണിയാണ് ഈ അഞ്ചങ്ങാടിയിലെയും കടപ്പുറത്തെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെന്ന് ഏത് കാലത്തും അഭിമാനത്തോടുകൂടി മലപ്പുറം ജില്ലയിലെ ഒരു തീരദേശത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണിലെ അതിൻ്റെ പിന്മുറക്കാരാണ് ഈ പ്രദേശത്തെ ഈ ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ. രാജ്യം ബ്രിട്ടീഷുകാരൻ അടക്കി ഭരിച്ച സമയത്ത് മഹാത്മാഗാന്ധി പോലും രാജ്യത്ത് ബ്രിട്ടീഷുകാരനെതിരെ നികുതി നൽകാതിരിക്കാൻ തയ്യാറാകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് വെള്ളപ്പട്ടാളക്കാരനായ നീബു സാഹിബിന്റെ കോട്ടക്കകത്തേക്ക് കയറി ചെന്ന് ഈ മണ്ണിൽ പിറന്നു വീണ ഞങ്ങൾ, ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഞങ്ങൾ, ഈ മണ്ണിനെ പിടിച്ചടക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള അക്രമികളായ വൈദേശികരായിട്ടുള്ള നിങ്ങൾക്ക് നികുതി തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ച വെളിയംകോട്ട് ഉമർ ഖാദിയുടെ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ ചാവക്കാടിന്റെ കടപ്പുറത്തിന്റെ മണ്ണ്, ഈ മണ്ണ് ഇപ്പൊ രാജ്യം മുഴുവനും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, രാജ്യം മുഴുവനും ഒരു പുതിയ ആശങ്കയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫാസിസ്റ്റുകളുടെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അഭിമാനപൂർവ്വം പറയുന്ന നമ്മുടെ മഹത്തായ ഭാരതം ഇന്നൊരു വലിയ കൊടിയ ഫാസിസ്റ്റ് വർഗീയവാദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് കടന്നിരിക്കുകയും ലോകത്തിന് തന്നെ ഒരുപാട് മാതൃകകൾ കാണിച്ചു കൊടുത്ത മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മാതൃകയിലൂടെ മുന്നോട്ട് പോയ ഒരു രാജ്യമെന്ന് ഫാസിസ്റ്റ് ഭീഷണിയിൽ കിടന്ന് ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തിലെ ജനാധിപത്യ ശക്തികളുടെ മുന്നോട്ടുള്ള ഒന്നിച്ചുള്ള കൂട്ടായ്മയാണ് രാജ്യത്ത് ആവശ്യമെന്ന് മുസ്ലിം ലീഗ് പാർട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ജനാധിപത്യത്തിന്റെ കൂട്ടായ്മക്ക്, ആ മതേതരത്വത്തിന്റെ ശക്തിക്ക്
രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചണിനിരന്നുകൊണ്ട് ഈ ഫാസിസ്റ്റ് വർഗീയവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ശക്തി പകരേണ്ടത് ആവശ്യമാണ് എന്ന് വിളിച്ചു ഓതിക്കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയും പിടിച്ച് നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഈ കടപ്പുറത്തിന്റെ മണ്ണിനെ പുളകമണിയിച്ചുകൊണ്ട് പ്രകടനം നടത്തി കടന്നു വന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം വിവിധ ജാതിയും വിവിധ മതങ്ങളും വിവിധ സംസ്കാരങ്ങളും ഒക്കെയുള്ള ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്രയായി ലോകം മുഴുവൻ നമ്മൾ പറയാറുള്ളത്. നമ്മൾ മലയാളികളാണ്. മലയാള ഭാഷ സംസാരിക്കുന്ന, മുണ്ടും ഷർട്ടും അണിഞ്ഞ് വസ്ത്രമണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മൾ മലയാളികൾ. എന്നാൽ അപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോയാൽ ഈ കേരളത്തിന്റെ സംസ്കാരമല്ല തമിഴ്നാട്ടിലുള്ളത്. അവിടെ മറ്റു രീതിയിലാണ് സംസ്കാരം. അപ്പുറത്ത് കർണാടകത്തിലെ സംസ്കാരം മറ്റൊന്നാണ്, ആന്ധ്രയിൽ വേറെ ഒന്നാണ്, മഹാരാഷ്ട്രയിൽ വേറെയാണ്, ഗുജറാത്തിൽ വേറെയാണ്. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ നമുക്കറിയാം, രാവിലെ നമ്മുടെ അങ്ങാടികളിലേക്ക് വന്നാൽ ഒറീസക്കാരെ കാണുന്നത് നമ്മുടെ കോലത്തിലല്ല, ബംഗാളികൾ വേറെ കോലത്തിലാണ്. ഡൽഹിയിൽ മറ്റൊരു സംസ്കാരവും പാരമ്പര്യവുമാണ്. പക്ഷെ എല്ലാം ഇന്ത്യ എന്ന ഒരു പൊതുവികാരത്തിൽ വരുമ്പോൾ, ഇന്ത്യയിൽ അലിഞ്ഞു ചേരുമ്പോൾ എല്ലാവരും ഒരേ സംസ്കാരത്തോടു കൂടി, ഒരേ സ്വഭാവത്തോടു കൂടി, ഒരേ പൈതൃകവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയത്. അങ്ങനെയാണ് രാജ്യത്തിന്റെ പാരമ്പര്യവും നമുക്കറിയാം. പണ്ഡിറ്റ് ജവഹർലാൽ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ലോകം തടഞ്ഞ ഇന്ത്യയിലെ ഉറ്റുനോക്കിയിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാലിന്റെ ഇന്ത്യയെക്കുറിച്ച്, ഇന്ദിരാ പ്രിയദർശിനിയുടെ ഇന്ത്യയെക്കുറിച്ച്, രാജീവ് ഗാന്ധിയുടെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടു കൂടി ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും അതിന് നേതൃത്വം നൽകാൻ, ചേരിചേര പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളതിന്റെ നേതൃത്വത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ, അങ്ങനെ രാജ്യത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും ബുദ്ധനും ജൈനനും ഒക്കെ ഈ രാജ്യത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കാല പാരമ്പര്യങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. ആ ഇന്ത്യ ഇന്ന് വലിയൊരു ഭീഷണിയെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്നത് കേവലം മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, രാജ്യത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാരും പ്രശസ്തരായ സാഹിത്യകാരന്മാരും കവികളും ഒക്കെ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പോക്കിനെ കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാജ്യം ഇങ്ങനെ ആശങ്കപ്പെട്ട്, എന്തുകൊണ്ടാണ് രാജ്യത്തിലെ ആളുകൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഇന്നും ഇന്നലെയും മിനിയാന്നുമൊക്കെയായി ഇന്ത്യയുടെ പല തെരുവുകളിലും ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രതിഷേധ പ്രകടനങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുന്നവർ ഏതെങ്കിലും സമുദായത്തിൽ പറഞ്ഞവരല്ല, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ പറഞ്ഞവർ മാത്രമല്ല. അവർ മറിച്ച് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം വേണമെന്ന്, ഈ രാജ്യത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളുടെ ഭരണഘടന അനുശാസിക്കുമ്പോ ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. എന്താ കാരണം? ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-കാരന്റെ നേതൃത്വത്തിൽ, ആ ഭരണത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരക്കാരന്റെ നേതൃത്വത്തിൽ അവിടെ ഫാസിസ്റ്റ് അജണ്ടകൾ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, ആ ഫാസിസ്റ്റ് അജണ്ടകൾ തെറ്റാണ് എന്ന് വിളിച്ചു പറയുമ്പോ, ആ വിളിച്ചു പറയുന്നത് ആര് എന്ന് നോക്കിയിട്ട്, ആ വിളിച്ചു പറയുന്നത് ആരായാലും, ഫാസിസത്തെ എതിർക്കുന്നത് ആരായാലും, RSS-നെതിരെ വിരൽ ചൂണ്ടുന്നത് ആരായാലും, കാവ്യ വർഗീയവാദികൾക്കെതിരെ എഴുതുന്നത് ആരായാലും അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന തീരുമാനവുമായി രാജ്യത്തിലെ ഫാസിസ്റ്റ് വർഗീയവാദികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സാഹിത്യകാരി തന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴിക്ക് വെച്ച് ഈ രാജ്യത്തിലെ വർഗീയവാദികളുടെ വെടിയുണ്ടകൾ തിരുനെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രൂരമായി കൊല ചെയ്യപ്പെടേണ്ടി വന്നത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാകെയാണ്. ഇതൊരു ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനു മുമ്പും ഈ രാജ്യത്ത് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രാജ്യം ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ RSS-നെ പോലുള്ള സംഘപരിവാറിനെ പോലുള്ള രാജ്യത്തെ നരേന്ദ്രമോദിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയവാദികൾ ഞങ്ങളാണ് രാജ്യസ്നേഹികൾ, ഞങ്ങളാണ് ഇന്ത്യ ഞങ്ങളുടേതാണ്